പുറത്ത് കേൾക്കാതിരിക്കാൻ. കരച്ചിൽ പുറത്ത് കേട്ടാല് പട്ടാളക്കാരൻ വന്ന് പിടികൂടും, കൊന്നുകളയും. അപ്പൊ എത്ര പേടിയിലാ ജീവിച്ചത്. അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട്. ഇതൊക്കെ പരീക്ഷണ. ഇതൊക്കെ വേറെ ആരോ ചെയ്തു വെച്ചതാണെന്നും വേറെ എന്തോ കൊണ്ടാണെന്നും വിശ്വസിക്കുന്ന കൂട്ടർ, എന്നിട്ട് പച്ചമുളകും ചെറുനാരങ്ങയും കുത്തിയിട്ട് ഉമ്മറപ്പടിൽ കെട്ടിത്തൂക്കാൻ മാത്രം അന്തക്കേട് കാണിക്കുന്നവർ, അവർ സ്വാബരീങ്ങളല്ല, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളും നാശനഷ്ടങ്ങളും അപകടങ്ങളും ബലാമുസീബത്തുകൾ വരുമ്പോൾ ധൈര്യം ചോർന്നു പോകാതെ അള്ളാഹുവിലേക്ക് തന്നെ തിരിഞ്ഞ് പടച്ചവനെ അവനോട് തന്നെ ചോദിക്കുക. അപ്പൊ വേറെയും പോയി ചോദിക്കാൻ പാടില്ല. ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. അള്ളാഹുവിൽ നിന്നുള്ള വിപത്തുകൾ ആപത്തുകൾ വരുമ്പോൾ അവനിലേക്ക് തന്നെ അഭയം തേടുക. എന്തെങ്കിലും പരീക്ഷണം വരുമ്പോഴേക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്ന കൂട്ടർ ചിന്തിക്കണം, രക്ഷപ്പെടൂല അവര്. അപ്പൊ സോബിരിങ്ങളല്ല. അപ്പൊ സോബിർ എന്നതിന്റെ മൂന്നാമത്തെ അർത്ഥം, ഈ ഒരു വാക്കിനെ ക്ഷമാ അർത്ഥത്തെ ചോർത്തിക്കളഞ്ഞ ഖുർആനായിട്ട് പഠിക്കണം. ഖുർആനിനെ ഖുർആൻ കൊണ്ടും പഠിക്കണം. അല്ലാത്ത പക്ഷം ഖുർആൻ അറിയില്ല. അതുകൊണ്ടായി സമുദായം നന്നാവാത്തത്. പിന്നെ അടുത്ത അർത്ഥം, നാശനഷ്ടങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ വിപത്ത് ബാധിക്കുന്നവർ വേറെവിടെയും പോകൂല. അവരെ കുറിച്ച് ഖുർആൻ വേറൊരു ഭാഗത്ത് പറഞ്ഞു, വൈദാ അസാബത്തുഹും മുസീബ, അവർക്ക് വല്ല വിപത്തും വന്നാൽ ഖാലു, അവർ പ്രാർത്ഥിക്കും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നാണ്, ഞങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങണം. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മരണം അറിഞ്ഞാലില്ലേ. കാരണം അത് പിന്നെ ഭീമാപ്പള്ളി പോയാലോ കടുവാപ്പള്ളി പോലെ തിരിച്ചു കിട്ടാത്തോണ്ടാ. അല്ലെങ്കിൽ ഒരു പോയി നോക്കൂട്ടോ. ഇതിൽ മരിച്ചാ പറയണം എന്നല്ല പറഞ്ഞത്, ആണോ? ഈ ആയത്തിലുള്ള മരണം സംഭവിച്ചാൽ അവരിങ്ങനെ പറയുന്നു പറഞ്ഞിട്ടില്ല. മരിച്ചാൽ ഇതന്നെ പറയേണ്ടത്, അംശമൊന്നും വേണ്ട. ഇതിൽ പറഞ്ഞത് വല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്ത് ആപത്തോ വിപത്തോ പരീക്ഷണോ എന്ത് വന്നാലും, അത് മരണമാവാം, ധനനഷ്ടമാവാം, ശരീരത്തിന് നഷ്ടമാവാം, രോഗാവാം, വലിയ കെടുതിയാവാം, എന്ത് ബാധിച്ചാലും അവരെന്താ പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാ. അപ്പോൾ ഏത് സമയത്തും ഇങ്ങനെ പറയേണ്ടത്. നമുക്കൊരു രോഗം വന്നാലും ഇന്നാ ലില്ലാഹി, നമ്മളൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് വന്നവരല്ലേ, അള്ളാഹിൻ്റെ അടുത്ത് പോകാനുള്ളവരാ എന്ന് ആശ്വസിക്കണം. സമ്പത്ത് നഷ്ടം വന്നു, ഇന്നാ ലില്ലാഹി, അള്ളയല്ലേ തന്നത്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതല്ലേ, തന്നതും അള്ളയാണ്, തിരിച്ചെടുത്തതും അള്ളയാണ്. നമ്മുടെ കുടുംബിനി നഷ്ടപ്പെട്ടു പോയി, ഭയങ്കര നഷ്ടമല്ലേ. ഒരു താങ്ങ് നഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നത് എങ്ങനെ? പടച്ചവനെ നീയാണ് തന്നത്, നീ തന്നെയാണ് തിരിച്ചെടുത്തത്. കച്ചവടങ്ങ് പൊളിഞ്ഞു, മുമ്പിൽ ശൂന്യത പോലെ, അപ്പോഴും ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോലെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാ, അള്ള തന്നു, അവൻ തിരിച്ചെടുത്തു. ഇങ്ങനെ ഏത് പരീക്ഷണത്തിൻ്റെ മുമ്പിലും ഇങ്ങനെ പറയേണ്ടത്. നമ്മളെ ആൾക്കാർ ഇപ്പോൾ മനസ്സിലാക്കിയത് മരിച്ചാൽ മാത്രം ഇങ്ങനെ പറയണം. അതെന്താ? മരിച്ചാൽ പിന്നെ ആ റൂഹ് തിരിച്ചു കിട്ടാൻ വേറെവിടെയും പോകാൻ വഴിയില്ലാത്തതുകൊണ്ടാണ്. ബാക്കി എല്ലാറ്റിലും ഇവൻ വേറെ വഴിക്ക് പോയി നോക്കും. കച്ചവടം ശരിയാകാൻ, രോഗം മാറാൻ, RCC കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് സംഗതി നടക്കൂല. ഒരു പരിധി വന്നാൽ പിടുത്തം വിട്ടുപോകും. പിന്നെ അവസാനം എന്നൊന്ന് പോയി നോക്കാം അല്ലേ, പോയി നോക്കാം. എവിടെ? അവിടെ നിന്ന് പോയി നോക്കാം. അവിടത്തെ കുറച്ച് വെള്ളം, ഇവിടത്തെ കുറച്ച് എണ്ണ, അപ്പുറത്തെ കുറച്ച് മണ്ണ്, ഇതല്ലേ പരിപാടി. എന്നാൽ മരിച്ചാൽ പിന്നെ അവിടെ പോയാൽ അവിടുത്തെ വെള്ളം കൊണ്ടോ ഇവിടുത്തെ മണ്ണുകൊണ്ടോ അപ്പുറത്തെ തൈലം കൊണ്ടോ ശരിയാകാത്തതുകൊണ്ട് അപ്പോൾ ഉഷാറായിട്ട് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയാണെങ്കിൽ മരണത്തിന് മാത്രം പറയുന്ന കോലത്തിലായി പോയത്. അപ്പോൾ മാത്രം പറയേണ്ടതല്ല ഇത്. എന്ത് പരീക്ഷണത്തിന് മുമ്പിലും ഈ ഉറച്ച ഈമാന്റെ പ്രഖ്യാപനം, ഇത് ഉറച്ച ഈമാന്റെ പ്രഖ്യാപനം, നിലപാടാ, ഈ പ്രാർത്ഥന നിലപാടാ. ഇന്നാ ലില്ലാഹി, നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനിലേക്ക് മടങ്ങാനുള്ളവരാ. ഈ നിലപാടാ, പ്രാർത്ഥനകൾ നിലപാടാ. പ്രാർത്ഥനകൾ നിലപാടുകളായിട്ട് മാറണം. അപ്പോഴേ വിശ്വാസികൾ വിശ്വാസികളാവൂ. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളാണവർ. അവരെയാണ് സ്വാബിർ എന്ന് വിളിച്ചത്. കഴിഞ്ഞില്ല. പരാജയത്തിൽ നിരാശപ്പെടാത്തവർ, അവരെ സ്വാബിർ എന്നാ വിളിക്കുക. പരാജയത്തിൽ നിരാശപ്പെടാത്തവർ. പരീക്ഷ എഴുതുന്ന കുട്ടി പരാജയപ്പെട്ടാൽ നിരാശപ്പെട്ടു പോയാലോ അവന് സ്വബറില്ല. ജീവിതത്തിലൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞു, ഒരു ചെറിയ ബിസിനസ് തുടങ്ങി, അങ്ങനെ ശ്രമിച്ച് പച്ച പിടിച്ച് വന്നില്ല, അത് പരാജയപ്പെട്ടു പോയി, നിരാശനായി പോയാലോ സ്വബറില്ല. ഒരു കല്യാണം കഴിച്ചു, പരമാവധി ഇന്ദിച്ചാ കഴിച്ചത്, അല്ലാത്തവൻ്റെ കാര്യം വിട്ടേക്കിട്ടോ. മാന്യമായ നിലപാടൊക്കെ നോക്കിയിട്ടാണ് കിട്ടിയത്. പക്ഷേ സംഗതി ജീവിതത്തിൽ വിജയിച്ചില്ല, സംഭവിച്ചു പോയി. നാളെ അവൾ ഇറങ്ങിപ്പോയി വേറെത്തിൻ്റെ കൂടെ. അന്വേഷണം തെറ്റിയെന്നോ അല്ലെങ്കിൽ എൻക്വയറി തെറ്റിയെന്നോ ഒക്കെ വിചാരിച്ചാൽ മതി. പക്ഷെ ആൾ നിഷ്കളങ്കനായിരുന്നു, മൂപ്പത്തി ശരിയല്ല. അപ്പോൾ അവിടെ നിരാശ പാടില്ല. ഇങ്ങനെ ജീവിതത്തിൽ വരാവുന്ന നിരാശകളുണ്ടാവാം, അഥവാ പരാജയങ്ങളുണ്ടാവാം. പരാജയങ്ങളിൽ നിരാശ പാടില്ല. പരാജയത്തിൽ നിരാശപ്പെടാത്തവൻ സ്വാബിറ.
അവനാണ് സബർ. സംഭവിച്ചു പോയി, അള്ളാഹ് എന്താ ഉദ്ദേശം എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. വലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. അപ്പം നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി തമ്പുരാനിൽ തവക്കുൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് സോബിർ. അത് സോബറിൻ്റെ അടയാളമാണ്. അത്തരം ആളുകളോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, പടച്ചവനെ കരുണാവാരിധിയായ നാഥ, നിന്റെ റഹ്മത്ത് എനിക്ക് വേണം കേട്ടോ. നീ നിരാശപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത് പറഞ്ഞിട്ടില്ലേ. ഞാൻ നിരാശനാവുന്നില്ല, നിന്റെ കാരുണ്യം ചോദിക്കുകയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ പറ്റണം. അത് ഈമാനിൻ്റെ ഭാഗം, നിലപാടാ, പ്രാർത്ഥന ഒരു നിലപാടാ. പരാജയപ്പെടുമ്പോൾ നിരാശ പിടികൂടാതെ. നമ്മുടെ കുട്ടികൾ തോറ്റാൻ നിരാശയായി, 92 മാർക്ക് കിട്ടാൻ ഉദ്ദേശിച്ച് 91 കിട്ടാൻ നിരാശപ്പെട്ടു പോകൂലേ? റിസൾട്ട് വരുമ്പോൾ ജയിച്ച കുട്ടികൾ എന്തിനാ തൂങ്ങിച്ചാകാൻ പോയത്? ജയിച്ചു പോയില്ലേ, അത് പോരാ. അങ്ങനെയാണ്. എൻട്രൻസ് ലിസ്റ്റ് വരുമ്പോൾ മാതാപിതാക്കൾ നിരാശരായിട്ട് പിന്നെ 4 ദിവസം ലീവാ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞ് അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞ് മോൾ അവസാനം കഞ്ഞി കുടിക്കാതെ കിടക്കുക. എന്തേ? മെഡിസിന് കിട്ടിയില്ല, എഞ്ചിനീയറിങ്ങിന് ആയിപ്പോയുള്ളൂ. ഇതല്ലേ കുഴപ്പം? ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഇവർ വിശ്വാസികളെന്ന് ആരാ പറഞ്ഞത്? പാടില്ല, വേണമെങ്കിൽ ശ്രമിച്ചോ, നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോ, അത്ര നിനക്ക് പറ്റൂ. നിങ്ങളെല്ലാവരും ഡോക്ടർമാരായി പോയാൽ ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യും? ഉസ്താദുമാർ ആരെടുത്താൽ വരിക? ആ കൺഫ്യൂഷനായി പോവില്ലേ? അപ്പോൾ എല്ലാവരും ആകണ്ട, കുറച്ച് പേരായാൽ മതി, കുറച്ച് പേര് മറ്റേത്, കുറച്ച് പേര് ഇത്, കുറച്ച് കൂലിപ്പണിക്കാരൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെയൊക്കെ തന്നെയാണ് സമൂഹം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാടില്ല. ശ്രമിക്കണം, നന്നായി ശ്രമിക്കണം. പക്ഷെ നിരാശ പാടില്ല. കിട്ടിയാൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. മെച്ചപ്പെടുത്തിക്കുക. അപ്പോൾ നിരാശപ്പെടാതെ വേണം. അപ്പോൾ ഈ അർത്ഥത്തിൽ നല്ല അളവിൽ പരാജയത്തിൽ നിരാശപ്പെടാതിരിക്കുന്ന അവസ്ഥക്ക് സബർ എന്നാണ് പറയുക. അപ്പോൾ സോബിരിങ്ങളാണോ നമ്മുടെ മക്കളും? സോബിരിങ്ങളാണോ? പരാജയത്തിൽ നിരാശ പാടില്ല. അങ്ങനെ സംഭവിക്കണം. കഴിഞ്ഞില്ല. ഭൗതിക ലാഭം മോഹിച്ച് സത്യമാർഗം വെടിയാത്തവർ, അവരാണ് സോബിരിങ്ങൾ. ഭൗതിക ലാഭം മോഹിച്ച് സത്യമാർഗം വെടിയാത്തവർ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. വലിയ അർത്ഥമുള്ള വാചക. ഇഹലോകത്തെ നേട്ടത്തിന് വേണ്ടി ദീനിനെ അങ്ങ് കളയുക, അല്ലേ? അതാ സംഭവിക്കുന്നത്. ഇഹലോകത്തെ നേട്ടത്തിന് ദീനിനെ അങ്ങ് കളയുക. ഇരിക്കുന്ന സ്ഥാനത്തിന് വേണ്ടി ദീനിനെ കളയുക. കയറി ഭരിക്കുന്ന ഭരണം നിലനിർത്താൻ വേണ്ടി ദീനിൻ്റെ കാര്യങ്ങളൊക്കെ കൈയൊഴിയുക. അങ്ങനെയാണ്. ജയിക്കേണ്ട ഒരു പരീക്ഷ ജയിക്കാൻ വേണ്ടി നമ്മുടെ ചാരിത്രം വരെ അടിയറ വെക്കുക. കിട്ടേണ്ട ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി പെണ്ണിനെ വരെ കാഴ്ച വെക്കുക. ഇതൊക്കെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളുകള്ളികളാ. അതിലപ്പുറത്ത് പറയാൻ വയ്യ. കോൺട്രാക്ടർ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യുമോ? അത് നിങ്ങൾക്കറിയാലോ. എന്നെക്കാൾ ഇവിടെ നന്നായിട്ട് അറിയുന്നവരാ ഇവർ ഇരിക്കുന്നവർ. ഒരു സംഗതി നമുക്ക് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട മിനിസ്റ്ററേയും കാണേണ്ടവരെ എങ്ങനെയൊക്കെ കാണാവോ അങ്ങനെയൊക്കെ കാണാൻ ഏർപ്പാട് ചെയ്തിട്ട് വരിക. അതിനുകൊണ്ട് ദല്ലാളുമാരും മറ്റുമൊക്കെ അങ്ങനല്ലേ പലരും വീണു പോവാറ്. അപ്പോൾ പെണ്ണും കള്ളും ഒക്കെ സുലഭമായിട്ട് കിട്ടി. അവിടെ ദീനൊന്നുമില്ല. പിന്നെ ആരാ ഇത്? കൂലു തക്ബീർ പറയുന്നവരെന്നെ. അത് പാടില്ല. അവർ സ്വാബിര്യങ്ങളല്ല. ആ മത്താവുൽ ഖുറൂർ വേണ്ട. ഈ വഞ്ചനാത്മകമായ ചരക്ക് എനിക്ക് വേണ്ട. എൻ്റെ ദുനിയാവ് ദീന് കളഞ്ഞിട്ട് എനിക്ക് ദുനിയാവ് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന നിലപാടുകാരനാണ് സ്വാബിർ. അതാണ് സ്വാബിർ. അങ്ങനെ പഠിക്കും നിങ്ങൾ ഖുർആൻ. അപ്പോൾ മനസ്സിലാകും ഖുർആൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഭൗതിക ലോകം മോഹിച്ച് സത്യമാർഗം വെടിയാതിരിക്കുന്നവരാണ് സ്വാബിരീങ്ങൾ. നമ്മളെ കുഴപ്പം എന്താ? ഭൗതിക ലോകം മോഹിച്ച് സത്യമാർഗത്തെ വെടിയും. അപ്പം നമ്മൾ പറയും അതൊന്നും നോക്കിയപ്പോൾ നടക്കൂല കേട്ടോ. ഇതന്നെ അവരും പറഞ്ഞ ആര്? നിങ്ങൾ സൂറ വൈലുൽ മുത്തഫിഫീൻ പഠിക്കണം കേട്ടോ. എൻ്റെ നന്തങ്കോട് പള്ളിയിലെ ക്ലാസ്സിൽ അത് കഴിഞ്ഞു. വൈലുൽ മുത്തഫിഫീൻ മക്കി സൂറയാണ്. മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യ നാളിലിറങ്ങിയ സൂറയിലെ വർത്താനം എന്താ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. വൈലുൽ മുത്തഫിഫീന. സഹോദരന്മാരെ, മക്കക്കാരാരാ? കച്ചവടക്കാരാ, വലിയ വ്യാപാരികളാ, അല്ലേ? ആരൊക്കെയാണ് വ്യാപാര പ്രമുഖന്മാർ? ബിസിനസ് മെൻമാർ, ബിസിനസ് എലമെന്റ്സ്. അബൂ സുഫിയാൻ, അബൂ ജഹൽ, ഉത്തുബത്ത്, ഷെയ്ബത്ത്, ഉമയ്യത്തുൽ ഖലഫ് എല്ലാം ബിസിനസ് എലമെന്റ്സാ. ബിസിനസ് എലമെന്റ്സ്. ആ ബിസിനസ് എലമെന്റ്സിന്റെ മുഖത്ത് നോക്കിയിട്ടാ റസൂലുള്ളാഹി പറയുന്നത് വൈലുൽ ലിൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം, അവർക്ക് നരകം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അവർ ജനങ്ങളെ കയ്യിൽ നിന്ന് അളന്ന് വാങ്ങുമ്പോൾ പൂർത്തിയാക്കി വാങ്ങും. വൈദാ കാലൂഹും ഔവസനൂഹും യുക്സിറൂൻ. അങ്ങോട്ട് അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തും.
അങ്ങനെ സാമ്പത്തിക